ഹായ് ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം നമ്മുടെ കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടി, ഇരിഞ്ഞാലക്കുട കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, നമ്മുടെ എടമുട്ടം പോയത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടിക്ക് കാണാം. ഇരിഞ്ഞാലക്കുട പെരുന്നാൾ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ഇരിഞ്ഞാലക്കുട പെരുന്നാളിൻ്റെ 2 എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടിന് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടക്കാർക്ക് ഇരിഞ്ഞാലക്കുട പെരുന്നാളും ഈ കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടിയും ഒരുപോലെയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഇരിഞ്ഞാലക്കുട പഠിച്ച് സ്കൂളിൽ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിച്ചു വളർന്നതുകൊണ്ട് എനിക്ക് കൊല്ലാട്ടി അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള കുറച്ച് പിള്ളേരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതുപോലെ ഇരിഞ്ഞാലക്കുട പെരുന്നാളും എനിക്ക് വളരെ നന്നായിട്ട് ചെറുപ്പം മുതലേ അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഈ ഇരിഞ്ഞാലക്കുടയ്ക്ക് വീണ്ടും ഷഷ്ടിയുടെ കാഴ്ചകൾ കാണാൻ വന്നത്. ഇരിഞ്ഞാലക്കുട ഷഷ്ടിക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള മെയിൻ കാര്യങ്ങൾ പറയാം. നമ്മൾ ഇരിഞ്ഞാലക്കുട ഷഷ്ടിയുടെ മുഴുവൻ കാഴ്ചകളൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഇരിഞ്ഞാലക്കുട നേരെ ഡാണാവിലേക്ക് പോവും. ഡാണാവിൽ നിന്ന് നമ്മുടെ കൊല്ലാട്ടി അമ്പലത്തിലേക്ക് പോകുന്ന വഴി, എല്ലാവർക്കും അറിയാം, ചാലക്കുടിക്ക് പോകുന്ന വഴിയിലാണ്, ഇരിഞ്ഞാലക്കുട നിന്ന് ചാലക്കുടി പോകുന്ന വഴിയിലാണ് കൊല്ലാട്ടി അമ്പലം. ആ അമ്പലത്തിലേക്ക് ഡാണാവിൽ നിന്ന് കൊല്ലാട്ടി അമ്പലം എത്തുന്ന വരെയുള്ള കാഴ്ചകൾ, അതുപോലെ എത്തി എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ ദേശങ്ങളിൽ നിന്നും വരുന്ന കാവടിയും കാര്യങ്ങളൊക്കെ കൊല്ലാട്ടി അമ്പലത്തിൻ്റെ അകത്ത് എത്തി അവിടെയുള്ള ലാസ്റ്റ് രാത്രിയിലെ കാഴ്ചകളാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇനി മുതൽ ലൈവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ലൈവും ചെയ്യും. ഇപ്പോൾ ലോങ് വീഡിയോസും ഉണ്ട്, ഷോർട്സും ഉണ്ട്. ഷോർട്സാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അറിയാത്തവർക്ക് വേണ്ടി പറയണം. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുമ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് മാത്രമല്ല ഷോർട്സും ഉണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണും. നമ്മുടെ ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പരമാവധി ആൾക്കാർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് വളരെ ഒരു പുതിയ തുടക്കക്കാരനെന്ന ചാനലിന് വളരെ അത്യാവശ്യമുള്ള 2 കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈക്കും അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പൂരങ്ങൾ, പെരുന്നാളുകൾ, ഇങ്ങനത്തെ ആഘോഷങ്ങൾ, അതായത് താളമേളങ്ങളുടെ സമ്മേളനം എന്ന് പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ജസ്റ്റ് പറ്റാവുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക്, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ്, അധികം വീഡിയോയിൽ ഇടയിലുള്ള എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, മറ്റുള്ള വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ ഇടയിൽ പറഞ്ഞു തരുന്ന എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. ഇതിൽ അധികം കാര്യങ്ങളില്ല. നേരെ ഡാണാവിൽ ചെല്ലുന്നു, അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്നു, അവിടെ വെച്ചുള്ള കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാം. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, ഇപ്രാവശ്യം കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടിക്ക് ഫെമിയും അന്നക്കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഡാണാവിലേക്ക് പോകുന്നത്. അവൻ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ ഒന്നിച്ച് കാണാം. നമ്മളിതേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതേ ഡാണാവിലെത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ജനപങ്കാളിത്തമായിരുന്നു നമ്മുടെ ഷഷ്ടിക്ക്. നിങ്ങളൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കി, എല്ലാ ഭാഗത്തു നിന്നും കാവടികൾ നിരയായിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുട ചാലക്കുടി റൂട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലാട്ടി അമ്പലത്തിൽ ലക്ഷ്യമാക്കി അവർ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒക്കെ നല്ല വലിയ കാവടികളാണ്, അതുപോലെ നല്ല രസമുള്ള കാഴ്ചകൾ. ജനം ഇതുപോലെ നിറഞ്ഞുള്ളൊരു കാഴ്ച അപൂർവമായിട്ടാണ് കാണാൻ പറ്റിയത്. ഇതിൽ കാവടി മാത്രമല്ല, വെറൈറ്റി ഡാൻസ് ഫോമുകളൊക്കെ ഇതിലുണ്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കുക. വളരെ അധികം വലിച്ചു നീട്ടിയുള്ള വീഡിയോ ഒന്നുമല്ല, ഉള്ളത് മുഴുവൻ കാണാനുള്ള കാഴ്ചകളും നല്ല താളമേളങ്ങളും നല്ല രസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഷഷ്ടി.
അസുരന്മാർ ഈ മോഹന സുന്ദരികളെ അവരുടെ വാസസ്ഥലത്തേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ദേവന്മാർ കൈക്കലാക്കിയ അമൃതകുംഭം സ്വന്തമാക്കാൻ അവർ യുദ്ധത്തിനൊരുങ്ങി. യുദ്ധത്തിൽ പരാജിതരായ അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ വിഷ്ണു ഭഗവാൻ കൊല്ലാട്ടി അമ്പലത്തിനോട് അടുത്തപ്പോ ഈ കണ്ട ടേബിൾ ഓഫ് ഫോം ലൈഫിൽ ഞാൻ ഇതുപോലെ ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ നോക്കി, സുദർശന ചക്രം കയ്യിലുള്ള ഭഗവാൻ വിഷ്ണുവിന്റെയും മഹേശ്വരന്റെയും ഈ സംഗമം മാത്രം കണ്ടാൽ മതി നമ്മുടെ കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ഠിയുടെ കാഴ്ചകൾ നമ്മൾ മതിമറന്നു പോവാന്ന് പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാവും. അത് കണ്ടപ്പോൾ വേറെ ഒന്നും ഞങ്ങൾ ആലോചിച്ചില്ല. ഞാനും ഫെമി അന്നക്കുട്ടിയും കൂടി നേരെ ഒരു സെൽഫി അങ്ങോട്ട് എടുത്തു.
കൊല്ലാട്ടി അമ്പലത്തിലെ ഷഷ്ടിയുടെ കാഴ്ചകൾ അവസാനിക്കാറായി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ വീഡിയോ എന്ന് പരമാവധി ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.